നമസ്കാരം. ഈ വീഡിയോ ചില ദൃശ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാളിക്ക് അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു വലിയ ദൃശ്യങ്ങളുടെ ഒരു നിര ഇന്ന് വയനാട്ടിലുണ്ടായി. ആ ദൃശ്യങ്ങളിൽ ചിലതിലൂടെ നമുക്ക് കടന്നു പോകാം. ഇതാണ് ഒന്നാമത്തേത്. വയനാട് ഉരുൾ ദുരന്തമുണ്ടായി 10 ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഒരു കുഞ്ഞിനൊപ്പം നിന്നെടുത്ത ഫോട്ടോ. ആ കുഞ്ഞിൻ്റെ പേര് നൈസമോൾ. ഉരുൾ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം പാർലമെൻറ്റിൽ സാക്ഷാൽ മോദിയുടെ സർക്കാർ അതിൻ്റെ പ്രതിനിധി അമിത്ഷാ വഴി പറഞ്ഞത് ഇത് കേരള സർക്കാർ വരുത്തിവെച്ച ദുരന്തമാണ് എന്നാണ്. അതിന് പിന്നാലെ വിവിധ മന്ത്രിമാരുടെ ജാതിയും മതവും കേരളവും പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ നമ്മൾ കണ്ടു കേട്ടു. സഹായം തേടിയ കേരളത്തിന് അധിക്ഷേപങ്ങളുടെ കൂമ്പാരം തന്നെ പകർന്നു കിട്ടി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, സംഗതി പാളിപ്പോകും എന്ന് കണ്ട് നരേന്ദ്രമോദി ചാടി വന്നു. 10 ദിവസം കഴിഞ്ഞ് ഗംഭീരമായി അഭിനയിച്ചു, ആശുപത്രികളിൽ പോയി നാടകം കളിച്ചു, കുഞ്ഞുങ്ങളെ വാരിയെടുത്തു, നൈസമോളെ എടുത്തു. അവൾക്കറിയില്ലല്ലോ ഇതൊരു റീൽ നാടകമാണ് എന്ന്. എന്തായാലും മോദിക്ക് വേണ്ടി ചാനലുകളിൽ ഇതെല്ലാം കണ്ട് പ്രൈം ടൈം വാഴ്ത്തിപ്പാടലുകൾ ഫുൾ സ്റ്റോപ്പില്ലാതെ പ്രോംപ്റ്ററിൽ വായിച്ച് തൊമ്മികളായി മാറി പലരും. മൂപ്പര് അന്തിച്ചുപോയി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ലഭിച്ചേക്കാൻ ഇടയുണ്ട് പല ആനുകൂല്യങ്ങളും എന്ന് നമ്മൾ കരുതി. ദുരന്ത അതിജീവനത്തിനായുള്ള വായ്പ എഴുതിത്തള്ളാനുള്ള നിയമം പോലും മൂപ്പര് തിരിച്ചുപോയി എടുത്തു കളയുകയാണ് ചെയ്തത്. ഇന്ന് വരെ 5 പൈസ അധികമായി നൽകിയില്ല. ഇന്നിപ്പോൾ ആ ദുരന്തബാധിതരുടെ ടൗൺഷിപ്പിൽ 178 വീടുകളുടെ കൈമാറ്റമായിരുന്നു. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതേ നൈസമോൾ എടുക്കുന്ന ചിത്രം. ദുരന്തബാധിതർക്ക് KPCCയുടെ വക 100 വീടായിരുന്നു അന്ന് വാഗ്ദാനം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് 30, രാഹുൽ ഗാന്ധി 100. മിനിമം 230 വീടുകൾ കൊടുക്കണമായിരുന്നു അവരുടെ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇന്ന് വരെ അത് ചെയ്തില്ല. എവിടെയോ സ്ഥലമെടുത്ത് 50 വീടുകൾക്ക് കല്ലിട്ടു എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് പ്രഖ്യാപിച്ചു. മാധ്യമങ്ങൾ വലിയ വെണ്ടക്ക നിരത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുത്തു പോകരുത് എന്ന് നേതൃത്വം നേതാക്കൾക്കും നാട്ടുകാർക്കും നിർദ്ദേശം നൽകിയത് മാത്രമാണ് മിച്ചം. പണപ്പിരിവിനായി കൊണ്ടുവന്ന മൊബൈൽ ആപ്പ് പോലും കാണാനില്ലത്രേ. എന്തായാലും അതിനിടയിൽ 50 വീടുകൾ പൂർത്തീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നടപടി അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. അവർ അധികം റീലെടുക്കാനൊന്നും നിൽക്കാതെ അമ്മാതിരി ചതിക്ക് കൂട്ടുനിന്നില്ല. അപ്പോഴും ഒരു വീടെങ്കിലും പൂർത്തിയായോ എന്ന് ചോദിച്ച് നാടുനീളെ നടന്ന വി.ഡി. സതീശൻ്റെ ഒപ്പമുള്ള ചിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചിത്രം. വയനാട് ടൗൺഷിപ്പിലെ ആദ്യഘട്ടമായുള്ള 178 വീടുകളുടെ വിതരണത്തിൽ ഉൾപ്പെട്ട അതേ നൈസമോൾ. റീലെടുക്കാനൊന്നും ഇതുവരെ നിന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മടിയിൽ ആ ചടങ്ങിൽ ഇരിക്കുന്ന ചിത്രമാണ് ആദ്യം. ദുരന്തത്തിൻ്റെ അതിജീവനത്തിനായി ഒരു നാടൊന്നാകെ ജനതയ്ക്കൊപ്പം അണിനിരക്കുന്ന അസാധാരണ ചിത്രം. ആ നൈസമോൾക്കുള്ള താക്കോൽ മുഖ്യമന്ത്രി കൈമാറി. നൈസമോൾ പാണക്കാടൻ വീട്. ഈ നിമിഷം ഓർത്തുപോവുകയാണ്. ഫോട്ടോഷൂട്ട് നടത്തിയും റീലെടുത്തും ദുരന്തത്തെ മാർക്കറ്റ് ചെയ്തും നടക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞിനെ എടുത്ത് ആടിയ നാടകങ്ങൾ. എന്നിട്ട് അവർ ആ കുഞ്ഞ് പ്രതിനിധീകരിക്കുന്ന ദുരന്തബാധിതർക്ക് വേണ്ടി എന്ത് നൽകിയെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇപ്പോൾ ഈ താക്കോൽ കൈമാറ്റം ആ ജനതയുടെ അതിജീവന ചരിത്രം രചിക്കുകയാണ്. മലയാളികളുടെ അഭിമാനമായി വയനാട് ടൗൺഷിപ്പ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. ഓരോ മലയാളിയും ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പ്രതീകം. ഒരു ജനതയെ ദുരന്തം അതിജീവിക്കാൻ ചേർത്ത് നിർത്തേണ്ടത് എങ്ങനെയെന്ന് അടയാളപ്പെടുത്തപ്പെടുകയാണ് വയനാട്ടിൽ. ഇനി അടുത്ത ചിത്രമാണ് മന്ത്രി കെ രാജൻ ഉൾപ്പെടുന്ന ചിത്രം. ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ആ പരിപാടിയിലേക്ക് വരാനെത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ ടൗൺഷിപ്പിലേക്ക് എത്തിയപ്പോൾ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർ സ്വീകരിക്കുന്ന കാഴ്ച ഇന്ന് മനസ്സു തൊട്ട ഒരു വയനാടൻ കാഴ്ച. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92 നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92 നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങിയ ആ ഉരുൾ എവിടം വരെ എത്തി?
ഇപ്പോൾ ദുരന്തത്തെ അതിജീവിച്ച് അവർക്ക് പുഞ്ചിരി സമ്മാനിക്കും വിധത്തിലേക്ക് അതിജീവനം സാധ്യമാക്കിയ ഈ നിമിഷങ്ങൾ മലയാളി എങ്ങനെ ചേർത്ത് വെക്കാതിരിക്കും? പുഞ്ചിരി മറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 3.5 കോടി മനുഷ്യരുടെ ഇടയിൽ വയനാട്ടിലെ ഈ 500-ൽ താഴെ മാത്രം വരുന്ന കുടുംബങ്ങളുടെ വോട്ട് അത്ര വലിയ ഭൂകമ്പമൊന്നും സൃഷ്ടിക്കില്ലായിരിക്കും. ഇനി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഇല്ലെങ്കിലും മനുഷ്യനെ, ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യനെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നതിൻ്റെ അടയാളമായി ഈ ചിത്രം നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കും. ചരിത്രത്തിൽ വയനാട് പുനരധിവാസം അടയാളപ്പെടുത്തപ്പെടും. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. കല്ലു മാത്രം ഇടുന്നവരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുതൽ വേദിയിലിരിക്കുന്ന ടി. സിദ്ദിഖ് എം.എൽ.എ. വരെയുള്ളവർക്കുള്ള മറുപടിയായിട്ടായിരുന്നു കെ. രാജന്റെ പരാമർശം പലരും വായിച്ചെടുത്തത്. മനുഷ്യർ ഭേദചിന്തകൾക്ക് അതീതമായി പരസ്പരം താങ്ങും തണലുമാകുന്ന കേരള മാതൃക, അതാണ് വീണ്ടും ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. വിദ്വേഷങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ മനുഷ്യർ ഇടകലരുന്ന ഇടങ്ങളെല്ലാം ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട്. അവരാണ് കേരളത്തിനെക്കുറിച്ച് വ്യാജ നിർമ്മിതികൾ, വ്യാജ പ്രചരണങ്ങൾ, അതിനുവേണ്ടിയുള്ള സിനിമകളടക്കം നിർമ്മിക്കുന്നത്. ഇനി ഈ അതിജീവനത്തിൻ്റെ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെയും വീടുകളുടെയും അതിജീവനത്തിനായുള്ള അർപ്പണത്തിൻ്റെയും കഥകളോട് ചേർത്ത് നിർത്തേണ്ട കാഴ്ച. ഇതാണത്. വയനാട്ടിൽ താക്കോൽ കൈമാറിയ 178 വീടുകളിലേക്കുള്ള ടിവികൾ DYFI ഇന്ന് സമ്മാനിക്കുന്ന കാഴ്ച. ഒരു ദുരന്തമുഖത്ത് ഒരു യുവജന സംഘടന എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ മാതൃകയായിരുന്നു ഇത്. ഇക്കാലം അത്രയും DYFI നടത്തിയ ഇടപെടൽ അക്കൂട്ടത്തിൽ പ്രധാനമായി എടുത്തു പറയണം. പ്രളയകാലത്തേതെന്നതുപോലെ ദുരന്തമുണ്ടായതു മുതൽ അവർ അതിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഉരുൾപൊട്ടിയ മേഖലയിൽ അവർ രണ്ടും കൽപ്പിച്ചിറങ്ങി. അത് കഴിഞ്ഞ് ദുരിതാശ്വാസത്തിനായി പണം സ്വരൂപിക്കുന്നതിന് വേസ്റ്റ് ശേഖരിച്ചു. പാട്ടപെറുക്കികൾ എന്ന ആക്ഷേപം നേരിടുമ്പോൾ ലക്ഷ്യബോധത്തോടെ അതിനെ മൈൻഡ് ചെയ്യാതെ അവർ പ്രവർത്തനത്തിനിറങ്ങി. എന്നിട്ട് 100 വീടുകളുടെ പണം സർക്കാരിന് കൈമാറി. 30 വീടുകൾ പണിയും എന്ന് പ്രഖ്യാപിച്ച് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് മറ്റൊരു യൂത്ത് സംഘടന ചോദ്യങ്ങളെപ്പോലും വെല്ലുവിളിച്ച് നടക്കുകയായിരുന്നു. അവരുടെ നേതാവ് സ്ത്രീ പീഡന കേസുകളിൽപ്പെട്ട് ലൈംഗിക ശേഷി പരിശോധനകൾക്കായി പോലീസിനൊപ്പം നടക്കുമ്പോൾ, ബഹുമാന്യരായ നേതാക്കളെ അധിക്ഷേപിച്ചു നടക്കുമ്പോൾ ഇവിടെ ഈ യുവാക്കൾ 178 വീടുകളിലേക്കുള്ള ടിവികൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. അവർ പാട്ടപെറുക്കിയും പാട്ടപ്പിരിവ് നടത്തിയും ഉണ്ടാക്കിയ പണം. ലോകത്തിനു മുന്നിൽ കേരളത്തിൻ്റെ മാതൃകയാണ് വയനാട് ടൗൺഷിപ്പ്. ലോകമെങ്ങും പലയിടങ്ങളിൽ ജനിച്ച മണ്ണിൽ നിന്ന് തന്നെ ജനത ആട്ടിയോടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ദുരന്തബാധിതരായ ജനത്തെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് തന്നെ ഒരുക്കി കഴിഞ്ഞു. നമുക്ക് അഭിമാനിക്കാം, ആഹ്ലാദ കണ്ണീർ പൊഴിക്കാം. ഈ അമ്മയ്ക്കൊപ്പം കണ്ണീർ വാർത്ത മന്ത്രി രാജനൊപ്പം ചേർന്ന് നമ്മളും ഒരു ജനതയാവുകയാണ്. നാം ഒരാളല്ല, ഒരു ജനതയാണ് എന്ന തിരിച്ചറിവാണ് ഈ ടൗൺഷിപ്പ്. ഞാനും നിങ്ങളും അവർ തന്നെയല്ലേ? നിസ്സഹായതയുടെ ആഴക്കയത്തിൽ നിന്ന് പിടിച്ചുയർത്തി ഇതുപോലെ ചേർത്ത് പിടിക്കുമ്പോൾ ആർക്കാണ് കരച്ചിൽ വരാത്തത്? ഇതാണ് നമ്മുടെ യഥാർത്ഥ കേരള സ്റ്റോറി. കേരളത്തിലേതടക്കം ചില തിയേറ്ററുകൾക്ക് ചുറ്റും വിദ്വേഷ വിസർജനം ഭക്ഷിക്കാൻ മണം പിടിച്ചു നടക്കുന്നവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ഇതുപോലെ ഒരു കേരള സ്റ്റോറി, ഇതുപോലൊരു കണ്ണീർ സ്നേഹം. ഇത് മതി, ഇതുമാത്രം മതി. ഞാനൊരു കേരളീയനാണ് എന്ന അഭിമാനത്തോടെ എക്കാലത്തും നമുക്ക് തലയുയർത്തി നടക്കാൻ. നന്ദി അവരെ ചേർത്ത് പിടിച്ചതിന്. നാം ഒരാളല്ല, ഒരു ജനതയാണ്. ചേർത്ത് പിടിച്ചവർക്ക് എൻ്റെയും ഒരു തുള്ളി സ്നേഹക്കണ്ണീർ. നന്ദി, നമസ്കാരം.